ഹായ് ഫോൺടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെ വീഡിയോ. നിങ്ങളൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അല്ല വീഡിയോഗ്രാഫറോ ഇനി ക്ലാസ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ എന്തും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് പ്ലാൻ ചെയ്യാം. ഇതൊരു ഡിജിടെക്കിന്റെ മൈക്കാണ്, വയർലെസ് മൈക്കാണ്. ഇത് മൈക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ അല്ല, ഡബിൾ യൂസ് ആണ്. അതായത് നിങ്ങൾക്ക് രണ്ടുപേര് ഒരു വീഡിയോ ചെയ്യാനായിട്ട് രണ്ടുപേർക്കും മൈക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഇത്തരം ടൂൾ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. വളരെ വേർത്ത്ഫുൾ ആണ്. ഇതിന്റെ ഉപയോഗം നല്ലതാണെന്നത് കണ്ട ശേഷമാണ് ഇങ്ങനെ റിവ്യൂ ചെയ്യാം, അൺബോക്സിങ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇതിലിങ്ങനെ രണ്ട് പാക്കറ്റ് ആണ് വരുന്നത്. അതിന്റെ കൂടെ വരുന്നത് ഒരു കേബിൾ വരുന്നുണ്ട്, പിന്നെ അതിന്റെ മാനുവൽ കാർഡ് മറ്റുള്ളതാണ്. ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നോയ്സ് ക്യാപ്പാണ്. നമുക്കൊരു വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പാണ്. അത് മൈക്കിന്റെ മുകളിൽ ഇടാനാണ്. അടിപൊളി പാക്കിങ്ങിലാണ് ഈ മൈക്ക് വരുന്നത്. ഇത് ഇതിന്റെ കവറാണ്, ഇതിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ രണ്ട് മൈക്കും ഒരു അഡാപ്റ്ററും കാണും. ഇത് ആൻഡ്രോയിഡിലും സി പോർട്ടും ആൻഡ് ഐഫോണിലും നിങ്ങൾക്ക് ഈ പോർട്ട് യൂസ് ചെയ്യാം. ഇതിൽ രണ്ട് മൈക്കാണ് വരുന്നത്. നേരത്തെ കണ്ട നമ്മൾ ആ ഒരു പൗച്ച് വന്നിട്ട് ഈ രീതിയിൽ കണക്ട് ചെയ്ത് നമുക്കിങ്ങനെ ഈ മൈക്കിന് പകരം ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം. അൺബോക്സിങ് വളരെ സിമ്പിൾ ആണ്. വേറെ ഒന്നുമില്ല. ഇതിൽ ചാർജ് ചെയ്യേണ്ടത് ഈ പോർട്ടലാണ്. ഇനി ഇതുമായിട്ടുള്ള റിവ്യൂ മറ്റു കാര്യങ്ങൾ നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോ ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടാണുള്ളത്. ഞാനായാലും രഞ്ജിത്തായാലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രഞ്ജിത്തെ, വേറെ എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് ഈ ഒരു മൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? മൈക്ക് റിലേറ്റഡ് ആയിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് നോയിസ് ക്യാൻസലേഷൻ ആണ്. നോയിസ് ക്യാൻസലേഷൻ എത്രത്തോളം ഇതിനകത്ത് എഫക്റ്റീവ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ രണ്ട് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഓക്കെ, അത് മാത്രമല്ലാതെ പിന്നെ ഇതിന്റെ ക്വാളിറ്റി, പ്രോഡക്റ്റ് ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വെർത്ത് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, കാരണം നമ്മളിപ്പോ ചിന്തിക്കുവാണെങ്കിൽ പ്രഷർ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. കാരണം ഒരു 250 മുതൽ ഒരു 500 രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നോയിസ് ക്യാൻസലേഷൻ അടങ്ങിയ മൈക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളപ്പോൾ ഏകദേശം 4000 രൂപക്ക് അടുത്ത് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പൈസ ചെലവാക്കി ഇങ്ങനെ വാങ്ങിക്കണ്ടെന്നുള്ള ആശങ്കകൾക്ക് നമുക്ക് എന്ത് മറുപടി പറയാം? പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഡോക്ക് ഉണ്ട്. ഈ ഡോക്ക് ഒരു ബാറ്ററിയാണ്. സോ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ രണ്ട് മൈക്കും നമ്മൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് അത് തന്നെ എല്ലാം ചാർജ് ചെയ്ത് തരും. ഓക്കെ, അത് ഡോക്കിന്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് 15 hours 18 hours അങ്ങനെ എന്തോ ആണ് അല്ലേ ആ ഡോക്കിന്റെ ബാക്കപ്പ്. അതുപോലെ തന്നെ ആ ഡോക്കിന്റെ ക്വാളിറ്റി ഇപ്പൊ നമുക്ക് എല്ലാ സംഭവത്തിനും പറയാം. നമ്മൾ ഇതിന്റെ ഈ ഒരു ഈ കാണുന്ന ചെറിയ ഒരു സ്പോഞ്ച് പോലും ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ അതിന്റെ ഞാൻ പറഞ്ഞല്ലോ ബാറ്ററി ബാക്കപ്പ്, നമുക്കിപ്പോൾ ഏത് സമയത്ത് നമുക്ക് ചാർജ് ആയിനോ ചാർജ് ഉണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ എല്ലാം കാണിക്കും. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നമുക്ക് ഡിജിടെക്കിന്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രീമിയം അല്ല, ലോക്കൽ അല്ല, ഒരു അഫോർഡബിൾ ആണ് അല്ലേ? അഫോർഡബിൾ ആണ്, തീർച്ചയായും അഫോർഡബിൾഡ് ആണ്. നമുക്ക് ഒരു സ്റ്റാർട്ടറെ സംബന്ധിച്ച് വ്ലോഗ് ചെയ്യാൻ വ്ലോഗ് ചെയ്യുന്നവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ ക്ലാസ് ഷൂട്ട് ചെയ്യാൻ, ഇന്റർവ്യൂസിന്, അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് രണ്ട് മൈക്കുകളുണ്ട്. ഞാനിപ്പോ ഈ ഡിസ്റ്റൻസ് അല്ല, ഏകദേശം നല്ലൊരു ഡിസ്റ്റൻസ് പോയാലും 30 മീറ്റർ ആണ് അവർ പറയുന്നത്. 30 മീറ്റർ ആണല്ലോ പറയുന്നത്. അതേ സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോ നിങ്ങൾ മൈക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞൊരു ഒരു വളരെ ലോക്കലായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റിനേക്കാളും ഒന്നൊന്ന് അപ്പ് ചെയ്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിജിടെക്കിന്റെ ഈ ഒരു മൈക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിച്ച് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാനും രഞ്ജിത്തും പ്ലാൻ ചെയ്തത്. കാരണം നമ്മൾ മുമ്പ് ചെയ്തത് അല്ലെ, ബീച്ച് സൈഡ് ഐഫോണിലും സപ്പോർട്ടാണ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും സപ്പോർട്ടാണ്. ഒരു കാര്യം ബീച്ച് സൈഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീച്ച് സൈഡിൽ അത്രയും ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും അലയുടെ ശബ്ദം വരുന്ന ആ ഒരു സമയത്ത് പോലും നമ്മൾ സാധാരണ ഇതില്ല, നമ്മൾ ലൗഡായിട്ട് ഒച്ച വെച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സാധാരണ രീതിയിൽ സംസാരിച്ചാൽ തന്നെ നമ്മുടെ സൗണ്ട് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത് 100% നമ്മൾ ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അല്ല, ഇത്ര ആത്മാർത്ഥമായിട്ട് രഞ്ജിത്ത് പറയുമ്പോൾ പിന്നെ നമുക്ക് തീർച്ചയായും 100% അതിന് അപ്രൂവൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഡിവൈസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അത് 100% ഇത് പറയുന്ന ജെന്യൂൻ റിവ്യൂ ആണ്. ഞങ്ങൾ കമ്പനിയുടെ അടുത്ത് പൈസ ഒന്നും വാങ്ങിച്ചാൽ അവർക്ക് ഒരിക്കലല്ല, ഞങ്ങൾക്ക് പൈസ തരില്ല. അത് വേറെ കാര്യം. ഇതുപോലത്തെ റിവ്യൂകൾ ഇതേ മൈക്രോഫോണിന്റെ റിവ്യൂകൾ നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അവരുടെ റിവ്യൂ കൂടെ നോക്കിയിട്ട്
വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, വാങ്ങിക്കാം അവിടെ നിന്ന്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ സൂചിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു ഹാക്കിങ്ങിനെ കുറിച്ച്. പലരും നിരന്തരം ചോദിക്കുന്നു, ഒരു മൊബൈൽ ടെക്നീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാക്ക് ചെയ്യും, ഇതെങ്ങനെ ഹാക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മളിവിടെ സ്പൈ ഹാക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. അത് നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ മറ്റൊരാളാ ചെയ്യുമ്പോഴാണ് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പൊ ഹാക്കിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായും കാണുക, നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നിങ്ങൾക്ക് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് പറഞ്ഞുകൊണ്ട് ഞാനും രഞ്ജിത്തും ഫോൺടെക്.